ദീപു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അതേ കോളേജിലെ തന്നെ ഫസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റായ ആദിത്യയായിരുന്നു. അവൾ ഒരു ലെറ്റർ ദീപുവിന് നേരെ നീട്ടിയിട്ട് ഇതൊരു സ്ത്രീ തന്നതാണെന്ന് പറഞ്ഞു. അവൻ ആ ലെറ്റർ തുറന്നു നോക്കിയപ്പോൾ ചോരത്തുള്ളികൾ എന്ന് തോന്നിക്കും വിധം 3 ചെറിയ ചുവന്ന കുത്തുകൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും തന്നെ ആ കത്തിലുണ്ടായിരുന്നില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ദീപുവിന് മനസ്സിലായില്ല. അപ്പോൾ തന്നെ ദീപുവിൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. അതവൻ്റെ ഭാര്യയായിരുന്നു. ദീപു ഫോൺ എടുത്തതും മറുതലയ്ക്കൽ നിന്ന് അവൻ്റെ ഭാര്യ വളരെ സന്തോഷത്തിൽ "ദീപു ഏട്ടാ, ഒന്ന് പെട്ടെന്ന് വരൂ, ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്" അവനോടായി പറഞ്ഞു. ദീപു കാര്യം എന്തെന്നറിയാനുള്ള ആവേശത്തിൽ ബൈക്കിൽ പെട്ടെന്ന് വീട്ടിലേക്കെത്തി. അപ്പോൾ കണ്ടത് മുഖം വീർപ്പിച്ച് നിൽക്കുന്ന തൻ്റെ ഭാര്യയായിരുന്നു. അവൻ സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ദീപുവേട്ടൻ്റെ ആ പഴയ ബെസ്റ്റ് ഫ്രണ്ട് ആനി ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഹസ്ബൻഡ് ഫോൺ വിളിച്ചപ്പോൾ അവർ ദേ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ എന്ന് അവൾ പറഞ്ഞു. പിന്നെ അവൾ ഇപ്പോൾ അടൂർ ഒരു സ്കൂളിൽ ടീച്ചറാണെന്നും നിങ്ങളുടെ റീയൂണിയൻ അവളെ അറിയിക്കാത്തതിൽ അവൾക്ക് വിഷമമുണ്ടെന്നും അത് ദീപുവേട്ടനെ നേരിൽ കണ്ട് ചോദിക്കണമെന്ന് കരുതിയാണ് അവൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തതെന്നും അവൾ പറഞ്ഞു. ഇതൊക്കെ കേട്ട ദീപു ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. എന്തായാലും ജോഷി തന്ന ഗൾഫിലെ അവളുടെ നമ്പറിൽ ഒന്നുകൂടി വിളിക്കാൻ വേണ്ടി ദീപു തീരുമാനിച്ചു. ദീപു വിളിച്ചപ്പോൾ തന്നെ ആരോ ഫോൺ എടുത്തു. ആദ്യം ഒരു പള്ളിമണിയുടെ സൗണ്ടാണ് കേട്ടത്. പിന്നീട് ദീപു ആനിയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആരാണെന്നും ഇവിടെ ആനി എന്നൊരു പെൺകുട്ടിയില്ലെന്നും ഇത് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചാണെന്നും ഞാൻ ഫാദർ ആൻ്റണി ആണെന്നും നിങ്ങൾ നമ്പർ നോക്കി ഡയൽ ചെയ്യാനെന്നും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. ദീപു ജോഷി തന്ന നമ്പർ അത് തന്നെയല്ലേ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. പിന്നീട് ജോഷിയെ വിളിച്ച് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം അവനെ അറിയിച്ചു. ഇതെല്ലാം കേട്ട ജോഷി ദീപുവിനെ കളിയാക്കി ചിരിക്കുവാൻ തുടങ്ങി. നമ്മളിപ്പോൾ 10-20 വർഷമായില്ലേ തമ്മിൽ കണ്ടിട്ടെന്നും റീയൂണിയൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് നീ ആകെ എക്സൈറ്റഡ് ആണെന്നും ഇതെല്ലാം നിന്റെ വെറും തോന്നൽ മാത്രമാണെന്നും പറഞ്ഞ് ജോഷി അവനെ കളിയാക്കി. ഇത് കേട്ട ദീപുവിന് ആകെ ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്തു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ദീപു പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ ജോഷി അവൾ തന്ന അഡ്രസ്സിൽ പോയൊന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അയാൾ അവിടെ ചെന്നിട്ട് സെക്യൂരിറ്റിയോട് ആനി എന്ന സ്ത്രീ ഇവിടെ താമസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ 3rd ഫ്ലോറിലാണ് താമസമെന്ന് സെക്യൂരിറ്റി പറഞ്ഞു. അങ്ങനെ അവൻ ആനിയുടെ റൂമിലെത്തി. ജോഷിയെ കണ്ടതും ആനിക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. നീ എന്താണെന്ന് വിളിച്ചു പോലും പറയാതെ വന്നതെന്ന് അവൾ അവനോടായി ചോദിച്ചു. അവൾ ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ ഇപ്പോൾ വേണ്ട, ഞാൻ ഫാമിലിയുമായി മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവളോട് യാത്ര പറഞ്ഞിറങ്ങിയ ശേഷം ജോഷി അപ്പോൾ തന്നെ ദീപുവിനെ വിളിക്കുകയും കാര്യങ്ങളെല്ലാം പറയുകയും നീ ഒരു സൈക്കാട്രിസ്റ്റിനെ പെട്ടെന്ന് പോയി കാണാൻ ഉപദേശിക്കുകയും ചെയ്തു. അപ്പോഴാണ് ദീപുവിന് മറ്റൊരു കാര്യം അവൻ്റെ ഓർമ്മയിൽ വന്നത്. തൻ്റെ വീട്ടിൽ CCTV ഉണ്ടല്ലോ എന്നും അങ്ങനെയാണെങ്കിൽ ഇന്ന് ആനി വന്നതും പോയതുമെല്ലാം അതിൽ